Hello, my dear students, welcome back. നമ്മുടെ ഫോക്കസ് ഏരിയ റിവിഷൻ കൗണ്ട് ഡൗണിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് റേഡിയോ ആക്ടിവിറ്റി, മറ്റൊന്ന് ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് പെട്ടെന്ന് പറയാം. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്നത് എന്താണ് ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് തവണ കേട്ടതാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അവരുടെയൊക്കെ എണ്ണത്തിന് വിളിക്കുന്ന പേരെന്താ? പ്രോട്ടോൺസിൻ്റെ ടോട്ടൽ നമ്പറിനെ നമ്മൾ അറ്റോമിക് നമ്പർ എന്നാണ് പറയുക അല്ലേ. ഏതൊരു ന്യൂക്ലിയസിൻ്റെയും ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ അറ്റോമിക് നമ്പർ എന്ന് പറയും. പ്രോട്ടോൺസും ന്യൂട്രോൺസും ചേർന്നിട്ടുള്ള ടോട്ടൽ നമ്പറിനെ നമ്മൾ മാസ് നമ്പർ എന്ന് പറയും. അറ്റോമിക് നമ്പറിനെ Z എന്ന ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ് കാണിക്കുക. മാസ് നമ്പറിനെ A എന്ന ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ് കാണിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒരു എലമെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ X എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ X, അറ്റോമിക് നമ്പർ ഇവിടെയും എഴുതും, മാസ് നമ്പർ ഇവിടെയും എഴുതും. ഇതാണ് സാധാരണ എഴുതുന്ന ഒരു രീതി. Z ആണ് അറ്റോമിക് നമ്പർ, A ആണ് മാസ് നമ്പർ. ഇത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ദെൻ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൊരു പോയിന്റ് ഞാൻ പറഞ്ഞു, അത് റേഡിയോ ആക്ടിവിറ്റി. ഇതാണ് നമുക്കിതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാൻ. എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇത് വലിയ അറ്റോമിക് നമ്പറുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള, ഒരുപാട് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ എലമെൻറ്റുകൾ. അത്തരം എലമെൻറ്റിൻ്റെ പ്രത്യേകത, അവർ നമ്മളൊരു സ്ഥലത്ത് വെറുതെ വെച്ചാൽ അതിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് കുറേ സാധനങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ പോകും. എന്നിട്ടത് തുടർച്ചയായിട്ട് അതിൽ നിന്നും ഒരുപാട് പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് താനേ കളഞ്ഞ് അത് നശിക്കാൻ തുടങ്ങും. എന്തെങ്കിലും ഒരു എലമെന്റ് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് നമ്മളൊരു എലമെന്റ് വെച്ചിരിക്കുക. ഓക്കെ, വലിയ അറ്റോമിക് നമ്പറുള്ള എലമെന്റ്സ് ആണ് പറയുക. യുറാനിയം, തോറിയം ഒക്കെ പോലെയുള്ള എലമെന്റ്സ്. ഇപ്പോൾ ഒരു യുറാനിയത്തിൻ്റെ ഒരു പീസ് നമ്മളിവിടെ വെച്ചാൽ, ഇതിൻ്റെ പ്രത്യേകത, ഈ യുറാനിയത്തിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് പലതരം പാർട്ടിക്കിൾസോ റേഡിയേഷൻസോ പുറത്തേക്ക് ഇങ്ങനെ പോകും. അതങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓൾറെഡി ഉള്ള യുറാനിയത്തിൽ നിന്ന് കുറേ ആൾക്കാർ പുറത്തേക്ക് പോകാൻ തുടങ്ങിയാൽ ആ യുറാനിയം ചെറുതായി വരാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയും. സ്പോണ്ടാനിയസ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയും. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നശിച്ചു പോകും. ഓക്കെ, വലിയ അറ്റോമിക് നമ്പറിൽ ഒരു എലമെന്റ് താനെ വെച്ച് കഴിഞ്ഞാൽ അത് 3 തരം പാർട്ടിക്കിൾസിനാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വിടുക. ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ പാർട്ടിക്കിളിനെയോ ബീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. ദെൻ ഗാമ എന്ന് പറയുന്നത് റേഡിയേഷൻസ് ആയിരിക്കും. ആൽഫ പാർട്ടിക്കിൾ നിങ്ങൾക്കറിയാം. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം 2-4 എന്നാണ് എഴുതുക. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് 2 ആണ്, മാസ് നമ്പർ 4 ആണ്. ടോട്ടൽ 4 പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഉണ്ട്. അങ്ങനെയുള്ള എലമെന്റ് അതിൽ നിന്ന് പുറത്തേക്ക് പോവാം. ബീറ്റ പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോവാം. അതല്ലെങ്കിൽ ഗാമ എന്ന് പറയുന്ന തരം റേഡിയേഷൻസ്, എനർജിയുള്ള റേഡിയേഷൻസ് പുറത്തേക്ക് പോവാം. ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താ സംഭവിക്കുക? ഇയാൾ ഇങ്ങനെ ഇല്ലാതെയായി ചെറുതായി നശിച്ച് അവസാനം ആ വസ്തുവിനെ കാണാനില്ലാണ്ടാവും. ഈ ഒരു പ്രോപ്പർട്ടിയെ, ഈ ഒരു ഫിനോമിനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്ടിവിറ്റി. മനസ്സിലായല്ലോ? ദെൻ റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ലോ ആണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ. ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ. ഡീകേ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? ഡീകേ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുക എന്നാണ് അർത്ഥം, ഇല്ലാതെയാവുക. ഗ്രോത്തും ഡീക്കേയും, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരുന്നതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുക. ഡീകേ എന്ന് പറഞ്ഞാൽ ചെറുതായി നശിച്ചു പോകുന്നതിനെയാണ് ഡീകേ എന്ന് പറയുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലോ പറയുന്നത്, റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് അറ്റ് ദാറ്റ് ടൈം എന്നാണ്.
മനസ്സിലായോ? ഞാനൊന്നുകൂടെ പറയാം. റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം, സമയം കൊണ്ട് അളക്കുന്ന ഒരു സംഭവത്തിനെയല്ലേ നമ്മൾ റേറ്റ് എന്ന് പറയാം. ഡിസിൻറ്റഗ്രേഷൻ്റെ റേറ്റ്, അതായത് ഒരു എലമെൻറ്റിൽ ഇപ്പം n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. ഓക്കെ, കുറച്ച് കഴിയുമ്പം അതിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് പോകാൻ തുടങ്ങും. ആ കുറവിനെ നമ്മൾ dn എന്നാണ് പറയുക. dn, ആ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, dt. ഇതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. n എന്താ? നമ്പർ ഓഫ് ആറ്റംസ്. dn എന്താ? അതിൽ വരുന്ന മാറ്റം. ആ ആറ്റംസിൻ്റെ എണ്ണം കുറേ ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചു പോയി കഴിഞ്ഞാൽ ഉള്ള ആറ്റത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് dn വിത്ത് റെസ്പെക്ട് ടു ടൈം, dt. അതെപ്പോഴും ഇപ്പോൾ എത്ര ആറ്റംസ് പ്രസൻ്റ് ആണോ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത്. അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കുറേ ആറ്റം പ്രസൻ്റ് ആണോ പെട്ടെന്ന് അത് നശിക്കാൻ തുടങ്ങും. ആറ്റത്തിൻ്റെ എണ്ണം കുറവാണോ നശിക്കുന്നതിൻ്റെ റേറ്റും കുറവായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് പറയുന്നത്. ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി നമുക്ക് ഈക്വൽ ടു എന്ന് കൊണ്ടുവരുമ്പോൾ dn/dt ഈസ് ഈക്വൽ ടു -λn എന്ന്. ലാംഡയാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്, അതിൻ്റെ പേര് DK കോൺസ്റ്റന്റ് എന്ന്. എല്ലാ പ്രപ്പോർഷണാലിറ്റിയും മാറ്റി ഈക്വൽ ടു എന്ന് കൊണ്ടുവരുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് വെക്കുമല്ലോ അല്ലേ? ആ കോൺസ്റ്റന്റ് ആണ് ലാംഡ. എന്താണ് ഒരു മൈനസ് വന്നത്? മൈനസ് വന്നതിൻ്റെ ഉദ്ദേശം കുറയുന്നു എന്നാണ്. ഡിസിൻറ്റഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉള്ള എലമെന്റ് കുറഞ്ഞ് നശിച്ചു പോകണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ കുറവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇതാണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ. ഈ ഇക്വേഷൻ നമുക്ക് വീണ്ടും ചില മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നോക്കിക്കോളേ, ഇതിൽ നിന്ന് n നമുക്ക് ഇങ്ങോട്ട് മാറ്റാം, dt അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? dn/n ഈസ് ഈക്വൽ ടു -λ/dt. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് 1/n-ൻ്റെ ഇൻ്റഗ്രേഷൻ ആണ് log n. ഓക്കെ, ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ഇനീഷ്യലി ഉള്ള നമ്പറിനെ n0 എന്ന് വിളിക്കുന്നു, ഇപ്പോഴുള്ള നമ്പറിനെ n എന്ന് വിളിക്കുന്നു. n0 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യലി ഒരു എലമെന്റിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരുന്നു, അതാണ് n0. എന്ന് പറയുന്നതോ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ പുറത്തേക്ക് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എണ്ണം ഉണ്ടാവുമല്ലോ, അതാണ് n. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് കൊടുത്തു n0 മുതൽ n വരെ. dn/n-ൻ്റെ ഇൻ്റഗ്രേഷൻ log n. അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് കൊടുക്കാം n0 മുതൽ n വരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു -λ കോൺസ്റ്റന്റ് ഇന്റഗ്രൽ ഓഫ് dt, ദാറ്റ് ഈസ് t. ഇന്റഗ്രൽ ഓഫ് dt ഈസ് t. അപ്പോൾ എങ്ങനെ കിട്ടി? ലോഗരിതം നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ എഴുതുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇതെല്ലാവർക്കും അറിയാലോ. അപ്പർ ലിമിറ്റ് log n മൈനസ് ലോവർ ലിമിറ്റ് log n0, ദാറ്റ് ഈസ് ഈക്വൽ ടു -λ/t. ഈ ലോഗരിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് log n മൈനസ് log n0 എന്ന് പറയുന്നത് log ഓഫ് n/n0 എന്ന് എഴുതുന്നതിന് തുല്യമാണ്. ഇതെല്ലാം കുറച്ച് മാത്സ് ആണ്, ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് തൽക്കാലം വകുപ്പില്ല. log n മൈനസ് log n0, ലോഗരിതത്തിൽ മൈനസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -λ/t. ഓക്കെ, ഇതാണ് ലോഗ്. n/n0 ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് n/n0? അതിൽ നിന്ന് ലോഗ് അങ്ങ് മാറ്റിയാൽ എന്താ കിട്ടുക? ഓക്കെ, log ഓഫ് n/n0 മൈനസ് λ/t ആണെങ്കിൽ n/n0 എന്ന് പറയുന്നത് e⁻ -λ/t എന്ന് എഴുതാം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, ഇങ്ങനെ കുറേ റിലേഷൻസ് ലൈക്ക് വി ഹാവ് sin 30 ഈസ് ഈക്വൽ ടു 1/2. അങ്ങനെയാണെങ്കിൽ sin ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു 30 എന്ന് പറയൂലേ? അല്ലേ, സൈനും സൈൻ ഇൻവേഴ്സും തമ്മിലുള്ള കണക്ഷൻ. അതുപോലെ ഇപ്പോൾ 2² എന്ന് പറയുന്നത് 4 ആണെങ്കിൽ √4 നമുക്ക് 2 എന്ന് പറഞ്ഞൂടെ അല്ലേ? സ്ക്വയറും സ്ക്വയർ റൂട്ടും പോലെ സൈനും സൈൻ ഇൻവേഴ്സും പോലെ ഉള്ളൊരു ബന്ധമാണ് ലോഗും ഇയും തമ്മിൽ. log n/n0 മൈനസ് λ/t ആണെങ്കിൽ n/n0 e⁻ -λ/t. അതുപോലെ log x എന്ന് പറയുന്നത് y ആണെങ്കിൽ x എന്ന് പറയുന്നത് e⁻y ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ലോഗും ഇയും തമ്മിലുള്ള ബന്ധം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതുന്നു? n/n0 നമുക്ക് കിട്ടി. n/n0 ഈസ് e⁻ -λ/t. ഇതിങ്ങനെ ചോദിക്കും. ഇത് എക്സാമിന് ചോദ്യം പലരും ചോദിക്കുന്നൊരു സംഭവമാണ്. എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക?
എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. എക്സ്പ്ലെയിൻ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ. 2 മാർക്കിന് ചോദിക്കും. എക്സ്പ്ലെയിൻ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേയിൽ നമ്മൾ പറഞ്ഞത് dN/dt ഈസ് പ്രൊപ്പോർഷണൽ ടു n. ഇതാണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ അല്ലേ? ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ. റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതി വന്നത്. ഞാൻ വീണ്ടും സ്റ്റെപ്പ് പറയുന്നില്ല, ആവശ്യമുള്ളവർ ഒന്നുകൂടി കേട്ട് നോക്കുക. ഇങ്ങനെ ഇത് എഴുതി വന്നാൽ അവസാനം ഈ ഇക്വേഷനിലേക്ക് എത്തും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ഇതുവരെ നിങ്ങൾ എഴുതി വെക്കണം. റെഡി ആണല്ലോ? നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ്, എക്സാമിന് വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് ഹാഫ് ലൈഫ് പീരീഡ്. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? ടി ഹാഫ് എന്ന് പറയും. ടി ഹാഫ് എന്തായിരിക്കും ഇത്? കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു ടൈമിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള അളവിൻ്റെ പകുതിയാവാൻ എത്ര സമയം വേണം? പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് യുറാനിയത്തിൻ്റെ 1 കിലോഗ്രാം ഉള്ള ഒരു സബ്സ്റ്റൻസ് എടുത്തു. നമുക്കറിയാം ഇതിൽ നിന്ന് ആൽഫയും ബീറ്റയും ഗാമയും പുറത്തേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ 1 കിലോഗ്രാം കുറഞ്ഞു, 900 ഗ്രാമായി. പിന്നെയും കുറഞ്ഞു, 800 ഗ്രാമായി. അങ്ങനെ കുറഞ്ഞു വന്നാൽ 1 കിലോഗ്രാമിൻ്റെ പകുതി, അതായത് 500 ഗ്രാമായി. അതിലേക്ക് എത്താൻ എത്ര സമയം വേണം? 1 കിലോ ഉള്ള ആൾ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെ, 1 കിലോ ഉള്ള സബ്സ്റ്റൻസ് 500ലേക്ക് എത്താൻ എത്ര സമയം വേണം? അതായത് ഉള്ള ഒരു എലമെന്റ് പകുതിയായി, അതിൽ നിന്ന് ഇങ്ങനെ പാർട്ടിക്കിൾസ് ആൽഫയും ബീറ്റയും ഗാമയും പുറത്തേക്ക് പോകാൻ തുടങ്ങിയാൽ അതിങ്ങനെ കുറഞ്ഞു വരും. അത് പകുതിയാവാൻ എത്ര സമയം വേണം? ആ സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ ഹാഫ് ലൈഫ് പീരീഡ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. എക്സാമിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഹാഫ് ലൈഫ് പീരീഡ്. വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് ചോദിക്കും. അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും പറയും. ഇപ്പോൾ പലരുടെയും ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് എക്സാമിന് ചോദ്യം വരിക? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എക്സ്പ്ലെയിൻ ഹാഫ് ലൈഫ് പീരീഡ്. വാട്ട് ഈസ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് ചോദിക്കും. സോ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു ഡിസിൻറ്റഗ്രേറ്റ് ദ ഗിവൺ സബ്സ്റ്റൻസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ഒരു സബ്സ്റ്റൻസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ഇനീഷ്യലി ഉള്ള വാല്യൂവിൻ്റെ പകുതിയിലേക്ക് എത്താൻ എത്ര സമയം വേണം? അതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മളോട് ഓൾറെഡി ഉണ്ടാക്കിയ ഒരു ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കുക. എന്താണ്? n/n0 ഈക്വൽ ടു e raised to minus lambda t. ഓർമ്മയുണ്ടല്ലോ? അത് ഞാനൊന്ന് ഇവിടെ എഴുതുകയാണ്. ലിസൺ. n/n0 is equal to e raised to minus lambda t. ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? n0 ആണ് ഇനീഷ്യലി ഉള്ള നമ്പർ അല്ലേ? n0 n ആണ് ഇപ്പോഴുള്ള നമ്പർ. എന്ന് പറയുന്ന ഇപ്പോഴുള്ള നമ്പർ ഇനീഷ്യലി ഉള്ള നമ്പറിൻ്റെ പകുതി ആവണം. അതല്ലേ കണ്ടീഷൻ? അപ്പോഴുള്ള ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടി ഹാഫ്. സംഭവം മനസ്സിലായോ? n എന്താ? ഇപ്പോഴുള്ള നമ്പർ. n0 എന്താ? ആദ്യമുള്ള നമ്പർ. ഹാഫ് ലൈഫ് ആകുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴുള്ള നമ്പർ ആദ്യമുള്ള നമ്പറിൻ്റെ പകുതി ആവണം. 1 കിലോ 500 ആവണം എന്ന് പറഞ്ഞതുപോലെ അപ്പോഴുള്ള ടൈമാണ് ടി ഹാഫ്. അപ്പോൾ അതൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിട്ട് പകരം കൊടുക്കുന്നു n0/2 by n0 is equal to e raised to minus lambda. പിന്നെ ടിക്ക് പകരം നമുക്ക് കൊടുക്കാം ടി ഹാഫ്. അങ്ങനെയാണ് നമുക്ക് ഈ n0 കട്ട് ചെയ്തൂടെ? ബാക്കി 1/2 അല്ലേ? സോ 1/2 ഈസ് ഈക്വൽ ടു e raised to മൈനസിനെ നമുക്ക് 1/, എഴുതിക്കൂടെ? പവർ മൈനസ് എന്ന് പറഞ്ഞാൽ അത് 1/, അല്ലേ? 1/e raised to lambda t half. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ ഡിനോമിനേറ്റർ മാത്രം ഒന്ന് ഇക്വേറ്റ് ചെയ്തേ. ഡിനോമിനേറ്റർ മാത്രം ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് പറയാം therefore e raised to lambda t half is equal to 2. അങ്ങനെയാണ് ലാംഡ ടി ഹാഫ് എന്താ? ലാംഡ ടി ഹാഫ് എന്ന് പറയുന്നത് log 2 ആയിരിക്കൂലേ? നേരത്തെ പറഞ്ഞ റിലേഷൻ മറന്നുപോയോ? log x ഈക്വൽ ടു y ആണെങ്കിൽ x ഈക്വൽ ടു e raised to y. അതുപോലെ e raised to സംതിങ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ആ സംതിങ് എന്ന് പറയുന്നത് log 2 ആയിരിക്കൂലേ? അപ്പോൾ എന്താ ടി ഹാഫ്? therefore ടി ഹാഫ് ഈസ് ഈക്വൽ ടു ലാംഡ താഴേക്ക് കൊണ്ടുവന്നാൽ log 2 by ലാംഡ. ഓക്കെ, ഈ log 2ൻ്റെ വാല്യൂ നമ്മൾ നാച്ചുറൽ ലോഗരിതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഏകദേശം അത് 0.693 ആയിരിക്കും. 0.693 ബൈ, സോറി ഇത് 2 അല്ലേ, ഇത് ലാംഡയാണ്.
ഇത് 2 അല്ലേ, ദിസ് ഈസ് ലാംഡ അല്ലേ, ലാംഡ. അതായത് ടി ഹാഫ് ഇവിടെ വെച്ചപ്പോൾ ലാംഡ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി, ലോഗ് 2/λ. സോ 0.693/λ എന്ന് പറയാം. ഇതാണ് ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ. ലാംഡ എന്ന് പറയുന്നത് എന്തായിരുന്നു? DK കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയോ? റേഡിയോ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിക്കും. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി DKയും അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറയും. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷനും നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് ആൽഫ, ബീറ്റ, ഗാമ, DK എന്ന് പറയുന്ന സംഭവം എന്താണ് ഈ ഒരു വിഷയം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതിൻ്റെ അറ്റോമിക് നമ്പർ Z ആയിരുന്നു, മാസ് നമ്പർ A ആയിരുന്നു. ഇതിൽ നിന്നും ഒരു ആൽഫ പാർട്ടിക്കിൾ പോയാൽ ബാക്കി എന്താണ് ഉണ്ടാവുക? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ തരും, ഇവിടെ ഇങ്ങനെ തരും, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും, ഇവിടെ ഫില്ല് ചെയ്യാൻ പറയാം നമ്മളോട്. അതായത് എന്തോ ഒരു എലമെൻ്റ് ആണ്, അതിൻ്റെ അറ്റോമിക് നമ്പർ Z ആണ്, അതിൻ്റെ മാസ് നമ്പർ A ആണ്. അതിൽ നിന്നും ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ളത് എന്ത്? ഈ ഒറിജിനലി ഉള്ള ആളെ നമ്മൾ പാരന്റ് എന്നും എമിഷൻ കഴിഞ്ഞ് കിട്ടുന്ന ആളെ നമ്മൾ ഡോട്ടർ എന്നുമാണ് വിളിക്കുക. ഇത് പാരന്റ്, ഇത് ഡോട്ടർ. അപ്പോൾ പാരന്റ് തന്നു, ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഡോട്ടർ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡോട്ടർ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പറയാം. ഇവിടെ സംഭവിക്കുന്നത് ഡോട്ടർ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം 2-4 അല്ലേ. ഈ പാരന്റിൽ നിന്ന് ഇതിനെ മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആളെ നമ്മൾ Y, ഡോട്ടറിനെ നമ്മൾ Y എന്ന് വിളിച്ചു കഴിഞ്ഞാൽ Y എന്ന ഡോട്ടറിൽ Z ആയിരുന്നു അറ്റോമിക് നമ്പർ, അതിൽ 2 പോയി, അപ്പോൾ Z-2. അറ്റോമിക് നമ്പർ രണ്ടും. മാസ് നമ്പർ A, അതിൽ നിന്ന് 4 എണ്ണം പോയിട്ടുണ്ട്, അപ്പോൾ A-4 പ്ലസ് ഹീലിയം He2-4. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലേ നോക്കിയാൽ മതി. ഇവിടെയുള്ള ടോട്ടൽ പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇക്വേഷൻ്റെ അപ്പുറത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണവും തുല്യമായിരിക്കണം. ഇവിടെയുള്ള മാസ് നമ്പറും ഇക്വേഷൻ്റെ അപ്പുറത്തുള്ള മാസ് നമ്പറും തുല്യമായിരിക്കണം. ഈ തരത്തിൽ ബാലൻസ് ചെയ്യുക. അതല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു ആൽഫ പാർട്ടിക്കിൾ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഡോട്ടർ ഇങ്ങനെയായിരിക്കും, ഡോട്ടറും പ്ലസ് ഒരു ആൽഫ പാർട്ടിക്കിളും ഹീലിയും. ഇതാണ് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൽഫ DK ഉണ്ടായിക്കഴിഞ്ഞാൽ പാരന്റിൽ നിന്ന് ഡോട്ടറിലേക്ക് വരുന്ന മാറ്റം എന്ത്? ക്ലിയർ ആയോ? ഇനി നമുക്ക് പറയാനുള്ളത് ബീറ്റ DK ആണ്. ബീറ്റ DK എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു പാരന്റ് എലമെന്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ബീറ്റ DK. ഓക്കെ, ബീറ്റ DK എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോവാം. അപ്പോൾ ഒരു പ്രശ്നം, ന്യൂക്ലിയസ് നിന്ന് എങ്ങനെയാണ് ഇലക്ട്രോൺ പുറത്തേക്ക് പോവുക? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതിൽ നമുക്ക് ഇലക്ട്രോൺ പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും മനസ്സിലാക്കേണ്ട പോയിന്റാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നു ബീറ്റ DK. ബീറ്റ DK 2 ടൈപ്പ് ഉണ്ട്. ബീറ്റ DKയിൽ ഒരു ടൈപ്പിൻ്റെ പേരാണ് ബീറ്റ -DK. എന്താണ്? ബീറ്റ -DK. ബീറ്റ -DKയിൽ സംഭവിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോൺ, ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റ് ആവും. ന്യൂക്ലിയസിനുള്ളിൽ നടക്കുന്ന പല മാറ്റങ്ങളും നമ്മൾ നോർമലി വിചാരിക്കുന്ന പോലെയല്ല. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ് തന്നെ ഇപ്പോഴും സയൻറ്റിസ്റ്റുകൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു ഫോഴ്സാണ്. അതൊക്കെ നമുക്ക് ഒരുപാട് പറയാനുള്ള കാര്യങ്ങളാണ്. കാരണം ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോൺസ് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ തമ്മിൽ അട്രാക്ഷനാണ്. ഇത് നമ്മുടെ നോർമൽ ലോയ്ക്ക് എതിരാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ്. അടുത്ത പ്രോട്ടോണിൻ്റെ ചാർജോ? പോസിറ്റീവ് അട്രാക്ട് ചെയ്യും? ഇല്ല. ബട്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ നോർമലി ഉള്ള ചാർജ് ബിഹേവിയർ അല്ല ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് എന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോണ് വന്നിട്ട് എന്തൊക്കെയായി മാറും? ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമായി മാറും. ചാർജ് കൺസേർവ്ഡ് അല്ലേ? നിങ്ങൾ അത് നോക്കിയാൽ മതി. ചാർജ് കൺസേർവ്ഡ് അല്ലേ? ന്യൂട്രോണിൻ്റെ ചാർജ് എന്താ? ചാർജ് ലെസ്.
പ്രോട്ടോണിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ വീണ്ടും ചാർജ് എന്താ? ചാർജ് ലെസ് ഉണ്ടോ? അപ്പോൾ ആദ്യം ചാർജ് 0, പിന്നെയും ചാർജ് 0. അപ്പോൾ ചാർജ് വൈസ് അവർ കൺസേർവ്ഡ്, ഒരു കുഴപ്പമില്ല. ഒരു ന്യൂട്രോൺ വന്നിട്ട് പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റ് ആവുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഈ ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു പോകും. ഈ എമിഷനെയാണ് നമ്മൾ ബീറ്റ എമിഷൻ എന്ന് പറയുന്നത്. ബീറ്റ എമിഷൻ അല്ലെങ്കിൽ ബീറ്റ മൈനസ് ഡി കെ. ഓക്കെ, അപ്പോൾ ബീറ്റ മൈനസ് ഡി കെയിൽ എല്ലാ ബീറ്റ ഡി കെയിലും സംഭവിക്കേണ്ടത് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നുള്ളതാണ്. ബട്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് ന്യൂട്രോൺ വന്നിട്ട് പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളെ ഇക്വേഷനിൽ വരുന്ന ഒരു ചേഞ്ച് എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഒരു പാരന്റ് എലമെന്റ് ഉണ്ട് എക്സ്, അതിൻ്റെ അറ്റോമിക് നമ്പർ Z, മാസ് നമ്പർ A. ഇതിൽ നിന്നും ഒരു ബീറ്റ മൈനസ് ഡി കെ ഉണ്ടായാൽ കിട്ടുന്ന ഡോട്ടർ Y ആരായിരിക്കും? എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പറഞ്ഞു എന്താ എവിടെയുണ്ട്, എന്താ സംഭവിച്ചത്? ഒരു ന്യൂട്രോൺ പോയി, പകരം ഒരു പ്രോട്ടോൺ വന്നു. അപ്പോൾ മാസ് നമ്പറിൽ മാറ്റമില്ലല്ലോ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ടോട്ടൽ നമ്പറാണ് മാസ് നമ്പർ. ഒരു ന്യൂട്രോൺ പോയിട്ടുണ്ട്, അപ്പോൾ മാസ് നമ്പർ ഒന്ന് കുറയും. ബട്ട് പ്രോട്ടോൺ വന്നു, അപ്പോൾ മാസ് നമ്പർ അങ്ങനെ തന്നെ. അപ്പോൾ ന്യൂട്രോൺ പോയി പ്രോട്ടോൺ വന്നതുകൊണ്ട് മാസ് നമ്പർ എ ആയിട്ട് തന്നെ ഉണ്ടാകും. അതേസമയം ന്യൂട്രോൺ പോയിട്ടൊരു പ്രോട്ടോൺ വന്നില്ലേ, പ്രോട്ടോൺ വന്നു എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ഒന്ന് കൂടി. കാരണം അറ്റോമിക് നമ്പർ Z ആണ്, അവിടെ ഇപ്പോൾ ഒന്ന് അധികം വന്നു. അപ്പോൾ Z എന്നുള്ളത് Z+1 ആവും. ഇതാണ് ഒരു ബീറ്റ മൈനസ് ഡി കെ നടന്നാൽ ഉണ്ടാകുന്ന പാരന്റും ഡോട്ടറും. ക്ലിയർ ആണല്ലോ? അതേസമയം രണ്ടാമത്തെ ബീറ്റ ഡി കെയുടെ പേരാണ്, ഇത് ബീറ്റ മൈനസ് ഡി കെ ആണ്. അടുത്തതിൻ്റെ പേരാണ് ബീറ്റ പ്ലസ് ഡി കെ. ബീറ്റ പ്ലസ് ഡി കെ. ബീറ്റ പ്ലസ് ഡി കെയിൽ സംഭവിക്കുന്നത് ഒരു പ്രോട്ടോൺ വന്നിട്ട് ഒരു ന്യൂട്രോണും ഒരു പോസിട്രോണുമായി മാറും. പോസിട്രോൺ, ഈ പ്ലസ് എന്ന് പറയും. ഈ പ്ലസ് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു പ്രോട്ടോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് ന്യൂട്രോണും പോസിട്രോണും. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എൻ ഇലക്ട്രോൺ, ബട്ട് ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചാർജ് കൺസേർവ്ഡ് ആണോ? ആദ്യമുള്ള ചാർജ് എന്താ? പോസിറ്റീവ്. ന്യൂട്രോണിന്റെ ചാർജ് എന്താ? 0. പോസിട്രോണിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. അപ്പോൾ ടോട്ടൽ ഇനീഷ്യലി ഉള്ളത് പോസിറ്റീവ്, ഇപ്പോൾ ഉള്ളതും പോസിറ്റീവ്. അപ്പോൾ ചാർജ് കൺസേർവ്ഡ് ആണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു പ്രോട്ടോൺ പോയി, പകരം ഒരു ന്യൂട്രോൺ വന്നു. വീണ്ടും മാസ് നമ്പർ സെയിം. ടോട്ടൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഒരു പ്രോട്ടോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബട്ട് പകരം ഒരു ന്യൂട്രോൺ വന്നിട്ടുണ്ട്. അതേസമയം അറ്റോമിക് നമ്പർ ഒന്ന് കുറഞ്ഞില്ലേ? കാരണം പ്രോട്ടോൺ ഒന്ന് പോവല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം, ഇതാണ് ഇതിൻ്റെ പാരന്റ് എക്സ്. ഓക്കെ, അറ്റോമിക് നമ്പർ Z, മാസ് നമ്പർ A, അതിൽ നിന്നും ഒരു ബീറ്റ പ്ലസ് ഡി കെ സംഭവിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഡോട്ടർ ഉണ്ടാകുന്നു Y. എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് മാസ് നമ്പറിൽ ഒരു ചേഞ്ചും ഇല്ല, അങ്ങനെ തന്നെ. അതേസമയം ഒരു പ്രോട്ടോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് Z-1 ആകും. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക. ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ, പലപ്പോഴും വന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ കാണിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണേ. ഡി എന്തോരു എലമെൻറ്റ്, അതിൽ നിന്നും ബീറ്റ മൈനസ് ഡി കെ, അപ്പോൾ ഒരു D1 ഉണ്ടായി. അതിൽ നിന്നും ഒരു ആൽഫ ഡി കെ, അപ്പോൾ D2 ഉണ്ടായി. D2നെ കുറിച്ച് പറയുന്നു, D2വിൻ്റെ അറ്റോമിക് നമ്പർ 71, മാസ് നമ്പർ 176. അങ്ങനെയാണെങ്കിൽ D1ൻ്റെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ എത്ര? ഡിയുടെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ എത്ര? ഇതാണ് ഇതിൽ വരുന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മോഡൽ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെയൊക്കെ തരാം. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഹീലിയം-24 അല്ലേ? ഹീലിയം-24 പോയതിന് ശേഷമാണ് ഇത് വന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള ആളിൽ ഇവിടെ 2 അധികം ഉണ്ടാവണം, ഇവിടെ 4 അധികം ഉണ്ടാവണം. വേണ്ടേ? കാരണം ഇതിൽ നിന്ന് 2 പോയപ്പോഴാണ് 71 ആയത്. അപ്പോൾ 2 അധികം എന്ന് പറഞ്ഞാൽ 73. 73 2 പോയി, അപ്പോൾ 71 ആയി. ഇവിടെ 4 പോയിട്ടാണ് 176 ആയത്. അപ്പോൾ ഇത് 180 ഉണ്ടാവണം.
180 4 പോയി, അപ്പോൾ 176. ക്ലിയർ? വെരി സിമ്പിൾ കാൽക്കുലേഷൻ. അതായത് എന്തോ ഒരു സാധനത്തിൽ നിന്ന് 2ഉം 4ഉം പോയപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ 2 പോയതിന് ശേഷം 71, അപ്പോൾ 2 പോകുന്നതിൻ്റെ മുന്നേ 73. 4 പോയപ്പോൾ 176, അപ്പോൾ 4 പോകുന്നതിൻ്റെ മുന്നേ 180. ഇനി എന്താ നമ്മൾ നോക്കുന്നത്? ഇനി പറഞ്ഞത് ബീറ്റ മൈനസ് ഡി കെ. നമ്മൾ എന്താ പറഞ്ഞത്? ബീറ്റ മൈനസ് ഡി കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ബീറ്റ മൈനസ് ഡി കെയിൽ നമ്മൾ പറഞ്ഞത് ഡി കെ കഴിഞ്ഞാൽ മാസ് നമ്പർ സെയിം, അറ്റോമിക് നമ്പർ 1 കൂടും. അറ്റോമിക് നമ്പർ 1 കൂടും. അപ്പോൾ തൊട്ട് മുമ്പിലത്താണെങ്കിൽ മാസ് നമ്പർ അങ്ങനെ തന്നെ, അറ്റോമിക് നമ്പർ 1 കുറവായിരിക്കണം. ഇവിടെ 1 കൂടണമെങ്കിൽ ഇപ്പുറത്തൊന്ന് കുറവായിരിക്കണം, അല്ലേ? ഇതല്ലേ സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്തായിരിക്കും സംഭവിച്ചത്? യെസ്, ഞാൻ പറഞ്ഞു 180, അപ്പോൾ അവിടെ 180 തന്നെ. ഇവിടെ 73 എന്താ നമ്മൾ പറഞ്ഞത്? ഇവിടെ കണ്ടത് ഓർമ്മയുണ്ടോ? ബീറ്റ മൈനസ് ഡി കെയിൽ ഇവിടെ 1 കൂടുതൽ, അപ്പോൾ ഇവിടെ 1 കുറവായിരിക്കണം. ഇവിടെ 1 കുറവാവണമെങ്കിൽ ഇവിടെ നമുക്ക് 72. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത് ആൽഫ ബീറ്റ. ഗാമ എമിഷനെ കുറിച്ച് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. ഗാമ എമിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് റേഡിയേഷൻസ്, എനർജി മാത്രം പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഗാമ എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ഒരു സെക്ഷനാണ്. ആ ഭാഗമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്നത്. അതായത് ഒരു വലിയ എലമെൻറ്റിനെ ചെറുതാക്കി പൊട്ടിച്ച് നമ്മൾ വലിയ എനർജി ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ന്യൂക്ലിയർ ഫിഷനിൽ. അവിടെ നിങ്ങളോട് ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ, ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ പാർട്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. അതൊരു ഡയഗ്രാം മാത്രമാണ്. ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ തൽക്കാലം പറയുന്നില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിലെ. റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ലോ, ഹാഫ് ലൈഫ് പീരീഡ്, അതിൻ്റെ ഇക്വേഷൻ, ദെൻ ആൽഫ ബീറ്റ എമിഷൻ്റെ പ്രത്യേകതകൾ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ആ തരത്തിൽ പഠിച്ച് പോയാൽ മതി. ന്യൂക്ലിയർ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.